മനുഷ്യന്റെ മരണത്തിനെ വരെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ എന്താ നമ്മൾ പറയാം. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാളൊക്കെ മരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേദന എത്രത്തോളമാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റില്ല. അത് അവനാണ് വരുമ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക എത്രത്തോളം അത് സങ്കടം അതിൻ്റെ വിഷമമൊക്കെ അവനാണ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതിന് എത്ര വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും വലിയ സിനിമ നടനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു സമയത്ത് അവർ എന്താ പറയുക എന്തോ സംഭവമായിരിക്കാം, പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒന്നുമല്ല, എല്ലാവരും ഒരേപോലെ തന്നെയാണ്. കുടുംബത്തിന് മാത്രമേ അതിൻ്റെ സങ്കടം ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് മറക്കും. പിന്നെ അതിൻ്റെ ഒന്നും എന്ത് ചർച്ചയും ഉണ്ടാവില്ല, അതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ കുടുംബത്തിലെ ആളുകൾക്ക് അതൊരു വിഷമം തന്നെയാവും, തീരാ നഷ്ടം തന്നെയാവും. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം സെലികുമാർ മരിച്ച ശേഷം ഇതുപോലത്തെ മഞ്ഞ മാധ്യമങ്ങൾ അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ വന്നിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. കുറച്ച് നാളായിട്ട് കുറച്ച് സമൂഹത്തിലൊക്കെ അറിയപ്പെടുന്ന ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ സെലികുമാറിന്റെ വിഷയം എന്നല്ല, എന്തെങ്കിലും ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കൊലപാതകം ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ മാധ്യമങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാവും, അടുത്ത് ക്യാമറയും പിടിച്ച് മൈക്കും പിടിച്ച്. ആ ഒരു അവസ്ഥയും മാനസികാവസ്ഥയൊന്നും മനസ്സിലാക്കണമെന്നോ അതൊന്നുമില്ല. ഇവർക്ക് ചാനൽ റീച്ച് കിട്ടണം, പൈസ ഉണ്ടാക്കണം, അതൊക്കെ ഇവരെ മൈൻഡിലുള്ളൂ. എന്നിട്ട് അടുത്ത് വന്നിട്ട് ഈ മരണപ്പെട്ട ആളുടെ അടുത്ത ബന്ധുക്കളുടെ ശരീരഭാഷ എന്താ, അതായത് സങ്കടപ്പെടുന്നത്, അതുപോലെ തന്നെ അവർ കണ്ണുനീര് പൊയ്ക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് സെലിബ്രിറ്റി ആളുകൾ വന്ന് കാണുന്നത്, അവരെ സങ്കടപ്പെടുന്നത്, അതുപോലെ എന്താ പറയുക. ഇപ്പം ഇന്നലെയൊക്കെ സത്യം പറഞ്ഞാൽ ആണും പെണ്ണും കെട്ട ആളുകൾ വരെ വന്നിട്ട് അതിൽ കിടന്നിട്ട് വെറുതെ എന്നിട്ട് ഓരോ വന്ന് കാണുന്നത് കണ്ടോ, സങ്കടപ്പെടുന്നത് കണ്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, പല ആംഗിളുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്, പല രീതിയിൽ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, എന്തൊക്കെ ഒരു മരിച്ച വീട് എന്നുള്ളൊരു ബഹുമാനം പോലും കൊടുക്കാതെ നമ്മുടെ നാട്ടിലിത് നല്ലപോലെ വർദ്ധിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, സ്വന്തം അച്ഛൻ്റെ ഒരു സംസ്കാര ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം കോപ്രായക്കാരുടെ ശല്യം കാരണം ഒന്ന് മാറി നിൽക്കടാ എന്ന് ഒരു മകന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്, എല്ലാവർക്കും പറയണമെന്നുണ്ടാവും, പക്ഷെ ആ ഒരു മരണവീടിനെ ബഹുമാനിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാവും. ഇന്നലെ നടൻ സെലികുമാറിന്റെ മകൻ ചന്തു ഇന്നലെ പ്രതികരിച്ച്, അത് ശരിക്കും ഒരു വിപ്ലവം തന്നെയാണ്, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം ഒരു തുടക്കം ഇട്ടു എന്നുള്ളതിലേക്ക് നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം, അതിനെ നമ്മൾ ഏറ്റെടുക്കണം. മാധ്യമ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞാണ്ട് മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുന്നതൊക്കെ എന്ത് മാധ്യമ സ്വാതന്ത്ര്യമാണ്? ആരാണ് ഇതിനെ ന്യായീകരിക്കുന്നത്? ആർക്കാണ് ഇത്ര വ്യാവലാതി? ഇവരുടെ ഈ വീഡിയോസ് കാണാനും ആരാണ് ഇവിടെ വായും പൊളിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നത്? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരെ ഇടപെടുന്നത് നിങ്ങളൊക്കെ കണ്ടില്ലേ, മാറി നിൽക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം പ്രാകൃതമായിട്ടാണ് ഇവരൊക്കെ പെരുമാറ്റം എന്നുള്ളത് ആലോചിച്ച് നോക്കി. ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ട് ശരിക്കും നിയമം കൊണ്ടുവരണം, ഗവൺമെൻറ് നിയമം കൊണ്ടുവരണം വേണം. ഒരു മരണ വീട്ടിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് മാധ്യമങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ തന്നെ വെക്കണം. ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനടക്കം അതിന് സാക്ഷിയായതല്ലേ. ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഭരണാധികാരികൾ എന്തെങ്കിലും ഒരു അടിസ്ഥാന നിയമം ഇതിന് കൊണ്ടുവരൽ അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിൽ. പ്രതികരണം എന്നോളം ഇതിനെതിരെ സംസാരിച്ച സെലികുമാറിന്റെ മകൻ തന്നെയാണ് അഭിനന്ദനങ്ങൾ. അതിൽ ഇതൊരു തുടക്കാവട്ടെ, ഇതിലൂടെ മാറ്റങ്ങൾ വരട്ടെ സമൂഹത്തിലേക്ക്. ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്.